ഹായ് ഹലോ ഇപ്പുറത്തെ സൈഡിൽ അത് ഇത് കാണാൻ എൻ്റെ കൂട്ടുകാരിയാട്ടോ. ഞങ്ങൾ കാണുന്നത് 18 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്ന എൻ്റെ കൂട്ടുകാരി. അപ്പോൾ വളരെയധികം സന്തോഷമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഹൗസ് വാമിങ് വിളിക്കുന്ന സമയത്തും ഞാൻ വരുമെന്ന് വിചാരിച്ചില്ല. വാട്സപ്പിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നോണ്ട് ജസ്റ്റ് വിളിച്ചപ്പോൾ ഞാൻ ഒരിക്കലും, കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും നോക്കിയതാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല വരും. പിന്നെ ജസ്റ്റിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. ഞാൻ പിന്നെ പാവം. അപ്പൊ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ വാഷ്റൂമിൽ, അപ്പൊ അമ്മ പറഞ്ഞു കൂട്ടുകാരി വന്നിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു പടച്ചാണ് ഏത് കൂട്ടുകാരി. പക്ഷെ അത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയിട്ടാ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വിസിറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞ എത്തിപ്പെടുമെന്ന് ഞാനും വിചാരിച്ചില്ല. പിന്നെ എന്തോ ഇറങ്ങി തിരിച്ചു. എന്തായാലും വരണം, വിളിച്ചതല്ലേ വരണം എന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പൊ നാളെ വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇന്ന് വന്ന്. അതും 18 വർഷങ്ങൾക്ക് ശേഷം ഒരാളെ കാണുമ്പോ ഉണ്ടാവുന്ന ഇത് പറയാൻ പറ്റില്ല. ഞാൻ ഇവളൊക്കെന്ന് വെച്ചാൽ ഒരുമിച്ച് ഞാൻ കളിച്ചതും ഇവള് പഠിച്ചതും കേട്ടോ. അങ്ങനെ പറയാനാണ് നമുക്ക്. ഞാൻ എപ്പോഴും പറയും, ഞാൻ എൻ്റെ മക്കളോട് പറയും, മക്കളെ അമ്മ കളിച്ച സ്കൂളാട്ടോ. അതേപോലെ അപ്പം ഈ 18 വർഷങ്ങൾക്ക് ശേഷം കാണുക എന്ന് പറയുന്നത് ഇങ്ങനെ എന്തായിരുന്നു, ലിപ്സ്റ്റിക് അങ്ങനത്തെ ലിപ്സ്റ്റിക് വാങ്ങാൻ പാടില്ല. നമ്മള് സെലിബ്രിറ്റീസ് ഒരിക്കലും അങ്ങനത്തെ ലിപ്സ്റ്റിക് വാങ്ങാൻ പാടില്ല. ചായക്കപ്പിന്റെ മുകളിലാവുക, ഇത് അങ്ങനത്തെ ഒന്നും നമ്മൾ വാങ്ങാൻ പാടില്ല. അപ്പം നമ്മള് ഇരുന്നിട്ട് സംസാരിക്കാം. അപ്പൊ എന്നിട്ട് ഗൈസ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത അത് നമുക്ക് വെളിച്ചത്തിന്റെ ഒരു വിഷയം, വെളിച്ചം നമ്മുടെ തലക്കും ഭാഗത്ത് അത് എങ്ങനെയാണ് അമ്മക്ക് ഇതൊക്കെ ഇപ്പൊ ശീലായി പോയതാ. ആദ്യമൊക്കെ ഞാൻ ഒറ്റക്ക് നിന്ന് വർത്തമാനം പറയുമ്പോൾ എന്നോട് ഇരിഞ്ഞത് ആരോടെ വർത്തമാനം പറയുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ആരോട് അവള് വർത്തമാനം പറയും. അപ്പം പറയാനുള്ളത് പറ. എന്നെ കണ്ടപ്പോ എന്ത് തോന്നി? സന്തോഷം. വരാന് പറ്റുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും വരാൻ പറ്റി. ഞാൻ വിളിച്ചതുകൊണ്ട് വരാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. കാരണം നാളത്തെ സാഹചര്യം എന്താന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത് മഴയായി കഴിഞ്ഞാല്, അതുകൊണ്ട് വേറൊരു പരിപാടിയുണ്ട്. എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് എത്തിപ്പെടാൻ ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വരേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് തന്നെ വരാൻ പറ്റി, സന്തോഷം. പിന്നെ എല്ലാരും കണ്ടുവച്ചിരിക്കുന്ന ജസ്റ്റിനെ അല്ലട്ടോ ഞാനിപ്പോ കാണിക്കുന്നത്. ഞാൻ അറിയുന്ന ജസ്റ്റിനാണ് ഇത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് അത് നോക്കണ്ടല്ലോ, നമുക്ക് അവർക്ക് അത്രേ പറ്റുള്ളൂ. ആ ജസ്റ്റിന്റെ അടുത്തല്ല ഞാൻ വന്നത്, ഞാൻ അറിയുന്ന ജസ്റ്റിന്റെ അടുത്ത്. അതുപോലെ വേറൊരു കാര്യം പറയാം, ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, പേര് പറഞ്ഞത് ജെസ്സി അസ്മൽ വ്ലോഗ്. അപ്പം എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ എന്നെ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാരിയെയും കാണണം. അതിന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹൗസ് വാമിംഗ് എന്ന് വെച്ചാൽ വളരെ അധികം രഹസ്യമാക്കി അത്രമേൽ പബ്ലിസിറ്റി കൊടുക്കാതെ വിരളിൽ ഉണ്ടാവുന്ന ആൾക്കാരെ ഞാൻ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, വിളിച്ചപ്പോ വന്നപ്പോണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയാൻ പറ്റൂലോ. എന്തായാലും സന്തോഷം. ഇനിയും കാണാം. അപ്പം കാണണം. ഞാൻ പറഞ്ഞില്ലേ 18 വർഷത്തിന് ശേഷം കാണുന്ന കൂട്ടുകാരി. കൂടെ ആളും കിട്ടോ, ഞാൻ ഒറ്റക്കൊന്നുമല്ല വന്നത്. ഞാൻ ഇക്കാക്കനെ കാണിക്കുന്നതിൽ ഇക്കാക്കക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തോണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. പ്രശ്നമല്ലേ. അപ്പൊ ആളുടെ ഹസ്ബൻഡും കുഞ്ഞുമാണ്, ഒരു കുട്ടിയോടെ ഉണ്ട്. അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇക്കാക്ക പേരെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ നമ്മുടെ വ്ളോഗ്സ് ഇട്ടതില്ലേ. അപ്പം തീർച്ചയായിട്ടും ഇവളെയും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് അഥവാ വീഡിയോ കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിലോ സമയമില്ല എന്നുണ്ടെങ്കിലോ ജസ്റ്റ് അവിടെ തുറന്നു വെച്ചേക്ക്, ഏതായാലും നെറ്റ് കയറ്റുന്നതല്ലേ. അപ്പൊ എന്നെ പോലെ തന്നെ ഇവളെ സപ്പോർട്ട്. വേറൊരാളെ കാണാൻ പറ്റിയില്ല, അരുണിനെ കാണാൻ പറ്റിയില്ല എന്നുള്ള വളരെയധികം വിഷമം ആൾക്കുണ്ട്. കാരണം അരുണ് കുറച്ച് സാധനങ്ങൾ മേടിക്കണം പറഞ്ഞു രാവിലെ തൊട്ടിട്ടുള്ള ഓട്ടം ബാലുശ്ശേരി എവിടെ പോയതാണ്. അപ്പൊ ആൾക്ക് അരുണിനെ കാണാൻ പറ്റിയില്ല. അത് യോഗം കമ്പനി പിന്നെ കാണാം, തീർച്ചയായിട്ടും കാണാം. താമരശ്ശേരിയാണ് ഞങ്ങളൊരു സംഭവം. അരുണ് KSRTC ഡ്രൈവറാണ്. ഇതുവരെ നമ്മുടെ താമരശ്ശേരി ഡിപ്പോ കഴിഞ്ഞു, ഇപ്പൊ കുറ്റിയാടിക്കായിട്ട് ട്രാൻസ്ഫർ ആയി. അപ്പൊ അങ്ങനെയാണ്. അപ്പം വീണ്ടും ശ്രദ്ധിക്കുന്നതും വരെ
ബൈ. ബൈ.